തക്കാളിയിലേക്ക് മുളക് പൊടിയും പഞ്ചസാരപ്പൊടിയും ചേർത്ത് ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയാൽ ശരിക്കും നിങ്ങൾ ഞെട്ടിപ്പോകും. അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണിത്. നമസ്കാരം, വിനിയാസ് വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ടിപ്പിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പുതിയ 2 സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും, ഇതിൽ പുതിയതായതുകൊണ്ട് തന്നെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് റിമൂവ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതിൻ്റെ ആ പശയൊക്കെ അടിഞ്ഞുകൂടിയിരുന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് അഴുക്കും ചെളിയും എല്ലാം കൂടെ പറ്റി പിടിച്ചിട്ട് അതെന്നും ഒരു പാടായിട്ട് തന്നെ അങ്ങ് നിൽക്കും. അപ്പോൾ അങ്ങനെ വരാതെ നമുക്കിത് ഈസി ആയിട്ടിട്ട് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് ഏത് പാത്രത്തിൻ്റെയാണോ സ്റ്റിക്കർ റിമൂവ് ചെയ്യേണ്ടത് ആ പാത്രം ഇതുപോലൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇതിങ്ങനെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഗ്യാസ് സ്റ്റൗവിൽ. അപ്പോൾ കേട്ടോ, ഒന്ന് ചൂടായി വരുമ്പം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ആ സ്റ്റിക്കർ പതുക്കെ പൊങ്ങി വരുന്നുണ്ട്. ആ ഒരു സമയം നമുക്ക് ഇതുപോലെ എടുത്ത് റിമൂവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ടിട്ട് ആ സ്റ്റിക്കർ റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി ചിലപ്പോഴാണെങ്കിൽ അതിൻ്റെ ആ ഒരു പശയൊക്കെ അങ്ങനെ നിലനിൽക്കുന്നുണ്ടാകും. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉപയോഗിക്കുമ്പം അഴുക്കൊക്കെ അടിഞ്ഞു കൂടിയിട്ട് അതൊരു പാടായിട്ട് നിൽക്കും. അത് കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. എന്നിട്ടത് ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതുപോലൊന്ന് നല്ലപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ പശയെല്ലാം പൂർണ്ണമായിട്ടും തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ പാത്രങ്ങളുടെ എല്ലാം സ്റ്റിക്കർ അനായാസം റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നെല്ലിക്ക ഉപ്പിലിട്ട ആ ഒരു ഭരണിയാണേ. നിങ്ങളിത് നോക്കുമ്പം മേളിൽ കണ്ടോ പൂപ്പൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ. അപ്പം നമ്മൾ സാധാരണ ഇങ്ങനെ ഉപ്പിലിടുന്നത് അതല്ലെങ്കിൽ അച്ചാറിടുന്നത് ആയിട്ടുള്ളതായ ഭരണികളിലെല്ലാം മുകളിൽ പലപ്പോഴും പൂപ്പൽ ബാധ ഉണ്ടാകാറുണ്ട് അല്ലേ. ഞാനിതുണ്ടോ ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങളിതിൻ്റെ ആ പൂപ്പലിൻ്റെ ആ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പം നിങ്ങണ്ടോ കട്ടിക്ക് ഇങ്ങനെ പൂപ്പലാണ്. അപ്പോൾ ഒരു ഉണങ്ങിയ സ്പൂണ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് ആദ്യം ഒന്ന് എടുത്തു മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് നെല്ലിക്ക ഉപ്പിലിട്ടതായിരുന്നു. അതുകൊണ്ട് ഇത് മുഴുവനും പൂപ്പലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് സ്പൂൺ വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് എടുത്തിട്ടുണ്ടേ. അതുകൊണ്ട് എത്ര കട്ടിക്കാന്ന് നോക്കിയാൽ പൂപ്പൽ വന്നത്. ഇനി ഇങ്ങനെ പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പൂപ്പൽ എടുത്ത് മാറ്റിയിട്ട് നമുക്കൊരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ആദ്യം ഈ ഒരു കുപ്പി നന്നായിട്ടൊന്ന് അതിൻ്റെ വക്കുഭാഗം എല്ലാം തുടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കടുകെണ്ണ എടുക്കുക. ഇതുപോലെ കയ്യിൽ കുറച്ച് കടുകെണ്ണ എടുത്തിട്ട് നമ്മൾ ഈ ഭരണിയുടെ ചുറ്റും ഒന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്നാക്കി കൊടുക്കുക. അങ്ങ് ഉള്ളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയൊന്നും വേണ്ട. എൻ്റെ കൈ വെച്ചിട്ട് ഇതിൻ്റെ വക്കിലെല്ലാം ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. ഒപ്പം തന്നെ ആ അടപ്പിലും നമുക്കിതുപോലെ കടുകെണ്ണ നന്നായിട്ട് അകഭാഗത്ത്, പുറത്തോട്ടൊന്നും വേണ്ട, അകത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിങ്ങനെ അടച്ച് വെക്കുകയാണെങ്കിൽ ഇനി ഇതിൽ പൂപ്പൽ ബാധ അങ്ങനെ ഉണ്ടാകത്തില്ല. നമ്മളെപ്പോഴും ഈ ഓയിൽ തേക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമ്മുടെ ഗ്ലാസ് ബോട്ടിലാണ്, അതുകൊണ്ട് തെന്നിപ്പോയാൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പുറത്തോട്ടൊന്നും ഒരുപാട് എണ്ണ ആക്കരുത്. അഥവാ എണ്ണ ആയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രമേ നിങ്ങളിത് എടുത്ത് മാറ്റാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ തെന്നിപ്പോയി പൊട്ടിപ്പോകും. ആ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കടുകെണ്ണ ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ പൂപ്പലൊന്നും അധികം ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ശർക്കര എടുത്തിട്ടുണ്ടേ. നമ്മൾ പാചകത്തിനും പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഒരുപാട് പേര് ശർക്കര ഉപയോഗിക്കാറുണ്ട് അല്ലേ. കരിമ്പിൻ്റെ നീരിൽ നിന്നാണ് ശർക്കര ഉണ്ടാക്കുന്നതെന്ന് നമ്മൾക്കറിയാം. അതുപോലെ തന്നെ പനയിൽ നിന്നും പനം ശർക്കരയും ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പം ഇത് പെട്ടെന്ന് കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രമാണ് പറയാൻ പോകുന്നത്. അപ്പം ശർക്കര പെട്ടെന്ന് കേടായി പോവുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ പൂപ്പൽ ബാധ പോലെ ഉണ്ടാകും അല്ലേ. ശർക്കരയിൽ ഈർപ്പവും കാർബോഹൈഡ്രേറ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സംയോജനം എന്താ പറയുക, ശർക്കരയിൽ ഫംഗസ് വളരാൻ വേണ്ടിയിട്ട് കാരണമാകുമെന്നാണ് പറയുന്നത്. അപ്പം പ്രിസർവേറ്റീവ്സുകളും രാസവസ്തുക്കളും ഒക്കെ ഉപയോഗിക്കാതെ ശർക്കര സൂക്ഷിച്ചാൽ ഫംഗസ് വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കിങ്ങനെ പ്രിസർവേറ്റീവ്സുകളോ അല്ലെങ്കിൽ രാസവസ്തുക്കളോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ശർക്കര ദീർഘനാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുള്ള ഒരു ടിപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ശർക്കര ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊരു 1/2 ഗ്ലാസോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് പാനിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ശർക്കര പാനിയാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. എന്നാൽ ചുമ്മാ അങ്ങനെ ശർക്കര പാനിയാക്കി സൂക്ഷിച്ചാലും അത് ദീർഘനാൾ കേടുകൂടാതിരിക്കത്തില്ല. അതിനൊരു സൂത്രവിദ്യയുണ്ട്. അപ്പോൾ ഇതേ ശർക്കര ഇവിടെ ഞാൻ
ഞാൻ നല്ലപോലെ ഒന്ന് തിളച്ച് അതിൻ്റെ ഒരു ഇതെല്ലാം ഒന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ശർക്കര ഒരു നൂൽ പരുവത്തിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുക്കുന്നത്. ഇങ്ങനെ ശർക്കര എടുത്ത് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് നൂല് പോലെ ഇങ്ങനെ വരണം. അതിനാണ് ഒരു നൂൽ പരുവം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനതിപ്പം റെഡിയാക്കി എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ടൊരു സൂത്രം ചേർത്തെടുക്കാൻ പോവാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ നാരങ്ങ നീര് തന്നെയാണ്. ഒരു അരമുറി നാരങ്ങ, മൊത്തം വേണമെന്നില്ല, അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. മുഴുവനായിട്ട് ഞാൻ ഒഴിക്കുന്നില്ല. ഇതുപോലെ നാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം ഗ്ലാസ് ബോട്ടിലിൽ അടച്ച് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ എത്ര വർഷം വരെയും ഇത് കേടാകാതെ ഇരുന്നോളും. കട്ടയായി പോകുമോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ശർക്കരയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ഫംഗസ് ബാധ ഉണ്ടാകാനുള്ള ചാൻസ് ഒക്കെ ഏറെയാണ്. അപ്പം നമ്മൾ പിന്നെ പ്രിസർവേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ സൂക്ഷിക്കുവാണെങ്കിൽ പെട്ടെന്നൊന്നും ഇത് കേടായി പോകത്തില്ല. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നോക്കുക. അടുത്തത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ്. ഒരു ടൊമാറ്റോ എടുക്കുക, എന്നിട്ട് അത് രണ്ടായിട്ടൊന്ന് മുറിക്കുക. എന്നിട്ട് അതിൻ്റെ ആ മുറിയിലേക്ക് നമുക്ക് അല്പം മുളക് പൊടി ഇതുപോലൊന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ മുളക് പൊടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പരത്തി ഇതുപോലൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. അപ്പം ആ മുളക് പൊടി എടുത്ത് അതേ അളവിൽ ഏകദേശം ഇതുപോലെ പഞ്ചസാര പൊടിയും കൂടി എടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 മുറിയിലും ഇതുപോലെ ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതെന്തിനു വേണ്ടിയാണ് എന്ന് പറയാം. നമ്മുടെ വീട്ടിലൊക്കെയുള്ള ശല്യക്കാരായിട്ടുള്ള എലികളെ തുരത്താനുള്ള നല്ലൊരു ഹോം റെമഡിയാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ കെമിക്കലുകളുടെ പുറകെയൊക്കെ പോവുകയാണ് സാധാരണ ചെയ്യാറല്ലേ. അപ്പോൾ അത് നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചത്തുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് എലികളെ തുരത്താവുന്നതാണ്. അപ്പോൾ സാധാരണ ഇത് എലികൾ വരാറുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി വെക്കുക കേട്ടോ. നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ഒക്കെ അടിഭാഗത്ത്, അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിൽ, ഇവിടെയൊക്കെയാണല്ലോ എലികൾ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ആയിട്ട്. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും എലികൾ വന്നിത് കഴിച്ചിരിക്കും. അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ വെച്ചത് എലി കഴിച്ചതാണിത്. അപ്പോൾ ഇങ്ങനെ എലി ഇത് കഴിച്ചു കഴിഞ്ഞാൽ, എലിയുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ മുളക് പൊടിയുടെയൊക്കെ ഒരു അംശം എത്തിക്കഴിഞ്ഞാൽ ദഹന പ്രശ്നം ഉണ്ടാകും. വയറ് വല്ലാണ്ട് വീർക്കും. വയറ് വീർത്ത് ഇതിന് വെള്ളം കുടിക്കാനുള്ള ഒരു ടെൻഡൻസിയിൽ വെള്ളം കിട്ടാതെ വരുമ്പോൾ എലി ഇങ്ങനെ ചത്തുപോകുന്നതായിരിക്കും. അപ്പം ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാൻ മറക്കല്ലേ. ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പാണ്. അപ്പോൾ ചെറിയൊരു പാൻ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് കരിഞ്ജീരകം 2 സ്പൂണ് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ കരിഞ്ജീരകത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന്. അപ്പോൾ 2 സ്പൂൺ കരിഞ്ജീരകത്തിന് 1 സ്പൂൺ ഉലുവ എന്ന കണക്കിന് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം. അപ്പം ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിത് വളരെ കുറഞ്ഞ അളവിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആയതുകൊണ്ട്. അപ്പം നിങ്ങൾ കുറച്ച് അധികം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നിങ്ങൾ കുറച്ചധികം ആയിട്ട് അളവിനനുസരിച്ചിട്ട് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ. നമുക്കറിയാം മുടി കൊഴിച്ചിൽ, മുടിയുടെ അറ്റം പിളരുന്നത്, അതൊക്കെ നമ്മുടെ ആത്മവിശ്വാസത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. നിങ്ങളിൽ എത്ര പേർക്ക് അറിയാം കരിഞ്ജീരകം നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണെന്ന്. ഈ കരിഞ്ജീരകത്തിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നമുക്ക് മുടിക്ക് അത്യാവശ്യമായ പോഷകങ്ങളും എല്ലാം തന്നെ നൽകുന്നുണ്ട്. ഉലുവയും കരിഞ്ജീരകവും ഇതുപോലെ ഒന്ന് പാതി മൂപ്പാകുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്, കാരണം ഇത് കുറച്ചല്ലേ ഉള്ളൂ. ഒരു 2 തണ്ട് കറിവേപ്പിലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മൂപ്പിച്ച്, കരിഞ്ഞു പോകരുതേ കറിവേപ്പില, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാ കറിവേപ്പില ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലതുപോലെ തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചിട്ട് എടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് കൂടുതലായ പണികളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തേക്കില്ല. കൊച്ചുകുട്ടികൾക്ക് പോലും ഉണ്ടാക്കി തലയിൽ തേക്കാം. ഈ കരിഞ്ജീരകത്തിൽ ലിനോലൈക് ആസിഡ് ഉണ്ട്, അത് മുടി നരയ്ക്കുന്നതിനെ തടയുന്നുണ്ട്. അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്, ഇത് രക്ത ഓട്ടം വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി മുടി ഇഴകളിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ആദ്യം മുടിയുടെ ജടയൊക്കെ കളയണം. അതിനുശേഷം എണ്ണ എടുത്തിട്ട് ഇതുപോലെ മുടിയിലും അതുപോലെ തലയോട്ടിയിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണം. മസാജ് നന്നായിട്ട് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളിത് നോർമൽ ലൈറ്റ് ഷാമ്പു എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കിത് കഴുകാവുന്നതാണ്. അല്ലെങ്കിൽ ചെമ്പരത്തി താളിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കഴുകാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു മാസം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ മുടിയുടെ വളർച്ച നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കിയാലും മനസ്സിലാകും. നന്നായിട്ട് തന്നെ നമ്മുടെ മുടി വളരും. താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. മുടിക്ക് നല്ല കട്ടിയോടുകൂടി
കറുത്തിരണ്ട സമൃദ്ധമായ മുടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.